ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന മെയിൻ ടോപ്പിക്ക് ലവ് ബേഡ്സിനെ എങ്ങനെ ബ്രീഡാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫാസ്റ്റ് ബ്രീഡിങ് നമുക്ക് എങ്ങനെ പോസിബിൾ ആക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് പെയർ സെലക്ഷൻ. പെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ള പെയറുകളെ സെലക്ട് ചെയ്യുക. എപ്പോഴും ബേഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഷോപ്പിൽ നിന്നായാലും ഏതെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ബേഡ്സിനെ മേടിച്ചുകൊണ്ട് വരാവുള്ളൂ. മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം അത്യാവശ്യം ഒരു സെമി അഡൾട്ടായിട്ടുള്ള ബേഡുകളെ മാത്രമേ നമ്മൾ മേടിച്ചെടുക്കാവുള്ളൂ. കടയിലൊക്കെ പോയിട്ട് നമ്മൾ പറയുക, ചേട്ടാ ഒരു പെയർ ലവ് ബേഡ്സ് എന്ന് പറഞ്ഞാൽ അവർ 10-9 കിടക്കുന്ന കിളികൾ കിടക്കുന്ന കൂട്ടിൽ നിന്ന് 2 ഇങ്ങി പിടിച്ചു തരും. ഇത് കറക്റ്റ് ജോഡിയെന്ന് പറഞ്ഞ് ചില കടക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു വിടും നമ്മളെ. പിന്നെ കൊണ്ടുവന്ന് വളർത്തി കഴിയുമ്പോഴായിരിക്കും, കുറേ നാൾ നമ്മൾ വളർത്തി കഴിയുമ്പോഴായിരിക്കും ഇത് രണ്ടും മെയിൽ അല്ലെങ്കിൽ രണ്ടും ഫീമെയിലാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വളർത്താനുള്ള ഇൻട്രസ്റ്റും പോകും. നമ്മൾ ഡേ ബൈ ഡേ കാത്തിരിക്കുന്നത് എങ്ങനെയാലും ഇതൊന്ന് ബ്രീഡായി കുറച്ച് കുഞ്ഞുങ്ങളായിട്ട് പുറത്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പെയർ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ല പെയറിനെ സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫീമെയിൽ ബേഡിനെ നോക്കിയെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബേഡിനെ നോക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. കാരണം ഈ ഫീമെയിൽ ബേഡ് എത്രത്തോളം അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ കേപ്പബിൾ എന്നതിനനുസരിച്ചാണ് നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ബേഡ് പുറത്തേക്ക് വരുന്നത്. ചില കലങ്ങളിലൊക്കെ 8ഉം 6ഉം മുട്ടയൊക്കെ ഇടും. പക്ഷേ ഇതെല്ലാം വിരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന 3-4 ബേഡ്സിനെ ആയിരിക്കും. അത് ആ ബേഡ്സിനെ നോക്കിയെടുക്കാൻ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാനും പിന്നെ ഇതുങ്ങളൊക്കെ കെയർ ചെയ്യാനൊക്കെ ഉള്ള ഫീമെയിൽ ബേഡിൻ്റെ ഒരു തന്മയത്വം. നമ്മളെപ്പോഴും പറയുന്ന പോലെ ബേഡ് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കളത്തിന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഫീമെയിലിനെ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരുപാട് ഏജിലായിട്ടുള്ള ബേഡ്സിനെ നോക്കിയെടുക്കല്. കാരണം ഒരുപാട് ഏജ് ആയിട്ടുള്ള ബേഡാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുട്ടയിട്ട് തീറ്റുന്ന ബേഡൊക്കെ ആയിരിക്കും. കാരണം ഒരു ബേഡിനെ വളർത്തുന്ന ഒരാൾക്കാരും അങ്ങനെ ആരും കൊടുക്കത്തില്ല. കാരണം അവരുടെ ഹൈ ക്വാളിറ്റി ആയിട്ടൊരു ഫീമെയിൽ ഉണ്ടെങ്കിൽ അവർ ആ ഫീമെയിലിനെ ഒരിക്കലും സെയിൽ ചെയ്യത്തില്ല. അതിപ്പോൾ ആരാണെങ്കിലും അതെ, ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ ആയിരിക്കും. കാരണം എനിക്ക് നല്ലൊരു ഫീമെയിൽ ബേഡ് ഉണ്ടെങ്കിൽ ആ ഫീമെയിൽ ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കത്തില്ല. അപ്പം ഈ നമ്മൾ പൊതുവേ സെയിൽ ചെയ്യാൻ വെക്കുന്ന എല്ലാവരും അത്ര നല്ല ബേഡിനെ കൊടുക്കത്തില്ല. പക്ഷേ ഒരുപാടെണ്ണമായി കഴിയുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഫീമെയിലും കയറിപ്പോവും. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ബേഡിനെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫീമെയിലിനെ നോക്കിയെടുക്കുക. അത്യാവശ്യം ഒരു ചെറുപ്പം ഒരുപാട് പ്രായമായി പോയിട്ടുള്ള ബേഡല്ലാതെ ഒരു സെമി അഡൾട്ട് പോലുള്ളൊരു ഫീമെയിലിനെ ആ ഫീമെയിലിന് മാച്ചാകുന്ന രീതിയിലുള്ള കറക്റ്റ് ഒരു മെയിലിനെ സെലക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ബ്രീഡിങ് കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബേഡ്സിനെ ശല്യം ചെയ്യൽ. നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങോട്ടിട്ടിട്ട് പിറ്റേന്ന് മുതൽ എപ്പോഴും അതിൻ്റെ ചൂട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ബേഡ്സിനെ. നോക്കിയൊന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങനെ ചെയ്യുമ്പം അല്ലെങ്കിൽ കൂടുതലൊക്കെ ടച്ച് ചെയ്യുകയും നമ്മൾ ഇവരെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ കമ്പിലൊക്കെ പിടിച്ചിരിക്കുമ്പം കമ്പ് പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം നമ്മളെവിടെയും പോയിരിക്കുമ്പോൾ നമ്മളെ ആയാലും വന്ന് കുത്തുന്ന പോലൊക്കെ ആയിരിക്കും ഇതുങ്ങൾക്കും. അപ്പം മാക്സിമം നമ്മളിത് ശല്യം ചെയ്യാതിരിക്കുക. കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത് പോയി നിന്ന് കാണുക, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് കാണുക, അങ്ങനെ കണ്ട് ആസ്വദിക്കുക. അല്ലാതെ അവരിയ്ക്കുന്ന സൈഡിൽ പോയിട്ട് ആ കമ്പയിലൊന്നും പിടിച്ച് തിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്ത് ഇവരെ ശല്യപ്പെടുത്തരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബേഡിനെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം കൂടിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യല്. അതായത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കലമൊക്കെ വെച്ച് കൂടിന് പെയിൻ്റൊക്കെ അടിച്ച് നമ്മളെല്ലാ ജോലികളും കൂടിനകത്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ബേഡ്സിനെ കൂട്ടിലേക്ക് തുറന്നു വിടാവുള്ളൂ. ബേഡ്സിനെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടതിന് ശേഷം നമ്മൾ കൂടിനകത്തൊരു പരിപാടിയും ചെയ്ത് ഇവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതായത് ഉദ്ദേശം ഡിസ്റ്റർബൻസ് എന്ന്. കാരണം ചിലർ ബേഡ്സിനെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം കലം വെച്ച് കെട്ടും, 2 ദിവസം കഴിയുമ്പോൾ വെച്ച കലം മാറ്റി കെട്ടും, പിന്നെ ബേഡ്സിന് ഇരിക്കാൻ പുതിയ കമ്പുകൾ വെച്ച് കൊടുക്കും, ഇരിക്കുന്ന കമ്പ് മാറ്റി വെക്കും. അങ്ങനെയൊന്നും ചെയ്യല്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ ബേഡ്സിനെ കൂട്ടിനകത്തേക്ക് റിലീസ് ചെയ്യാവുള്ളൂ. അതുപോലെ നമ്മൾ ബേഡ്സിനെ കൂടിനകത്ത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാ ഏരിയയും കൂടിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ നോക്കുക. കാരണം ഇവർക്ക് ഒരുപാട് എയർ സർക്കുലേഷൻ ഒന്നും വേണ്ട. അഥവാ എയർ സർക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കട്ടൻ തുണി പോലത്തെ തുണി, നിങ്ങൾക്കിപ്പോൾ എൻ്റെ കൂട് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ എല്ലാ ഏരിയയിലും ഞാൻ കട്ടൻ തുണി ഇട്ട് മറച്ചേക്കുകയാണ്. അങ്ങനെ മറക്കുന്നതിൻ്റെ ഉദ്ദേശം ബേഡ്സിന് ഒരു വ്യൂ ഔട്ട് പുറത്തേക്കുള്ളത് പോകാതിരിക്കും. അതേപോലെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രാണികൾ ലൈക്ക് വേറെ ബേഡ്സ്, ഇപ്പം നമ്മൾ പുറത്തൊക്കെയാണ് കൂട് വെക്കുന്നതെങ്കിൽ ഇവർ കഴിച്ചിട്ട് തെനയൊക്കെ താഴെ പോകും. ഈ തെന തിന്നാനായിട്ട് വേറെ ബേഡ്സ് കയറി വരും. അപ്പോൾ ഇവർ താഴെ നിന്ന് തെന കൊത്തിപ്പറക്കി തിന്നിട്ട് നമ്മുടെ ബേഡ്സുമായിട്ടൊരു കോൺടാക്റ്റൊക്കെ വരും. അപ്പം ഈ പുറത്ത് നടക്കുന്ന ബേഡ്സിന് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ അസുഖങ്ങൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബേഡ്സിനും കൂടി പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പുറത്തുള്ള ബേഡ്സിലുള്ള കോൺടാക്റ്റ് ഒഴിവാക്കി മാക്സിമം പ്രൈവസി കൊടുത്ത് വളർത്താൻ ശ്രദ്ധിക്കണം.
ഇപ്പം നമ്മൾ തേനയൊക്കെ കഴിച്ചിട്ട് വേറെ ബേഡ്സ് വന്ന് പുറത്തിരിക്കും. ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ ഈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ കൂടിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഏത് ആംഗിളിൽ വീഡിയോ എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാമറ വരുന്ന സൈഡ് കവറായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നേരം മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ നിന്നും കൂടെ ഉള്ള നെറ്റ് മാറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ കൂടിന് ഫ്രണ്ടില്ല ഡോർ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും ഒരു നെറ്റിട്ട് വെക്കും. അപ്പം വേറെ ബേഡ്സ് ഒന്നും വന്ന് കോണ്ടാക്റ്റ് നമ്മുടെ ബേഡ്സിന് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി പ്രൈവസിയും കിട്ടും. അതുപോലെ അസുഖങ്ങൾ ബാക്കിയുള്ള പുറത്തുള്ള ഔട്ട്സൈഡായിട്ടുള്ള ബേഡ്സിൻ്റെ എന്തെങ്കിലും ഡിസീസൊക്കെ ഉണ്ടെങ്കിലോ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലോ കോണ്ടാക്റ്റ് പോകുമ്പോൾ ആ ഒരു കോണ്ടാക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ബേഡ്സിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് ജോഡി മേടിച്ചുകൊണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ 2 അല്ലെങ്കിൽ 3 ജോഡി, മാക്സിമം 3 ജോഡി മേടിച്ചാൽ മതിയായിരിക്കും. അല്ലാതെ ആദ്യം തന്നെ 10ഉം 14 കിളികളെ ഒന്നും മേടിച്ചുകൊണ്ട് വന്നിട്ടാൽ വെറുതെ നമ്മൾ ഒരു 3 ജോഡി, മാക്സിമം 3 ജോഡി, ഞാൻ 2 ജോഡി ആദ്യം മേടിച്ചുകൊണ്ട് വന്നത്. നമ്മളൊരു 3 ജോഡി ബേഡിനെ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ തന്നെ അപ്പം അതിനകത്ത് കറക്റ്റ് മെയില് ഫീമെയിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രീഡാകും. ഇനിയും നിങ്ങൾക്ക് അതിലും പെട്ടെന്ന് ബ്രീഡാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും കൂടി ഇടുക. അങ്ങനെ ഇടുമ്പോൾ അവർ പെട്ടെന്ന് ബ്രീഡാകും. അതായത് ഒരുപാട് ബേഡ്സ് ഉണ്ടെങ്കിൽ ശല്യമായിരിക്കും. കാരണം 2 പേര് തമ്മിൽ മീറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും വേറെ ബേഡ്സ് വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ഒരു ഇഷ്യൂ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 2 പെയറിനെ മേടിച്ചുകൊണ്ട് വന്നിടുവാണെങ്കിൽ അവർ പെട്ടെന്ന് സെറ്റാകും. ഈവൻ സിംഗിൾ പെയറായിട്ട് തിരിച്ചിട്ടാലും, അതായത് ഒരു മെയിലും ഒരു ഫീമെയിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ കൂടി പെട്ടെന്ന് ബ്രീഡാകാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പേസ് വേണം എപ്പോഴും കൂടിന്. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 2 പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു 2 പെയർ 4 കിളികളെ ഉള്ളൂ എന്നിരുന്നാലും കൂട് അത്യാവശ്യം സ്പേസായിട്ട് തന്നെ പണിയണം. കാരണം ഇവരെപ്പോഴും പറന്ന് നടക്കുന്ന കിളികളായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, കിളികൾ എന്ന് വെച്ചാൽ എല്ലാം നല്ല ലോങ് ഡിസ്റ്റൻസ് പറന്ന് എടുത്ത് നടക്കുന്ന ജീവികളാണ്. അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് കൂട്ടിലിടുമ്പോഴും നമ്മൾ ചെറിയ തത്തക്കൂട് പോലത്തെ കൂട്ടിനകത്തൊന്നും കൊണ്ടുപോയിടലെന്നാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ബേഡ്സിന് എപ്പോഴും അത്യാവശ്യം ഇവർക്കൊരു കുറച്ച് ഡിസ്റ്റൻസെങ്കിലും ചിറകടിച്ച് പറക്കാൻ രീതിക്ക് അങ്ങനെ ഒരു സ്പേസുള്ള കൂട്ടിലിടാവുള്ളൂ. അപ്പം ആ ഒരു സ്പേസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറക്കുമ്പം ബേഡ്സിനും ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഹെൽത്ത് ഉണ്ടാകും. അതേപോലെ അവർക്ക് ആ ബ്രീഡിങ് പറന്ന് കടന്ന് ആ കമ്പലൊക്കെ വന്നിരുന്ന് ബ്രീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു മേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്ക് കുറച്ചുകൂടി അങ്ങനെ പോസിബിലിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ഈ ചെറിയ കൂട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേനും ബേഡ്സ് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് ചാടുമ്പോഴത്തേക്കിനും അതിന് സ്പേസ് തീരും പറക്കാനുള്ളത്. അപ്പം ബേഡ്സിനും ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകാതിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് പറക്കാനും പറ്റത്തില്ല. ചെറിയൊരു കൂട്, അങ്ങനെ ഇടുങ്ങിയ കൂട്ടിലൊന്നും ഒരിക്കലും ബേഡ്സിനെ കൊണ്ടിടുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. ഇനിയിപ്പം ചിലപ്പം പൈസയുടെ പ്രശ്നം കൊണ്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരൊക്കെ എന്നോട് ദേഷ്യം തോന്നൽ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. പറന്ന് നടക്കുന്ന ബേഡ്സ് ആകുമ്പോൾ അവർക്ക് എപ്പോഴും ആ രീതിയിൽ പറന്ന് നടക്കത്തക്ക രീതിയിലുള്ളൊരു വലിയ കൂട്ടിലിടുവാണെങ്കിൽ അതും ഈ ഒരു ബ്രീഡിങ്ങിന് ഹെൽപ്ഫുള്ളായിട്ട് വരും. അതേപോലെ നമ്മൾ പോട്ട് സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഉയരങ്ങളിൽ സെറ്റ് ചെയ്യുക മാക്സിമം പോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ 2 സെറ്റായിട്ട് ഏറ്റവും മേളിൽ ഒരു സെറ്റ് കലങ്ങളും അതിന് തൊട്ട് താഴെ കുറച്ച് മാറ്റി സെക്കൻഡ് ലെയറായിട്ട് പിന്നെയും കലങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏത് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം ഈ ബേഡ്സ് എല്ലാം കുഞ്ഞുങ്ങളോട്ടിരിക്കുന്ന ഏറ്റവും മണ്ടയ്ക്കത്തെ കലങ്ങളിലായിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് ബേഡ്സിന് എപ്പോഴും ഹൈറ്റിൽ കൂട് കൂട്ടി മുട്ടയിടുന്നതാണ് താല്പര്യം. അപ്പോൾ ആ രീതിയിൽ കൂടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് കലങ്ങൾ വെക്കാൻ നോക്കുക. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ തത്തക്കൂട് പോലത്തെ കൂട് വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും താഴെ ഒരു ചെറിയ കലവും കൊണ്ട് വെക്കും. അതിനകത്തൊക്കെ ബ്രീഡായി കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് രസത്തില്ല. നമ്മളെ പിടിച്ചൊരു ചെറിയ മുറിക്കകത്ത് അടച്ചിട്ട് എന്തായിരിക്കും തോന്നുന്നത്. ആ രീതിയിൽ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതിൻ്റെയും ഇപ്പോൾ പറഞ്ഞതിൻ്റെയും ആ ഒരു പൊരുൾ എന്തുവാന്നുള്ളത്. അതേപോലെ മാക്സിമം ബേഡ്സിന് ഫുഡ് എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടൊരു സമയത്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ കിളികൾക്ക് അതിരാവിലെ തന്നെ ഫുഡ് വെച്ച് കൊടുക്കും. പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തോട്ട് പോകത്തില്ല അങ്ങനെ. പിന്നെ ജസ്റ്റ് ഞാനിങ്ങനെ ചെന്നിരുന്ന് ഇവരെ ഒബ്സർവ് ചെയ്യും. ഞാൻ മസ്റ്റായിട്ട് എപ്പോഴും ഇവരെ ശ്രദ്ധിക്കും. അതായത് കിളികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ഇവർ പറക്കാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്ന് തൂങ്ങുന്നുണ്ടോ, ഞാൻ അങ്ങനെ ശരിക്കും ഇതിങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ട് സമയത്ത് ഫുഡ് കൊടുക്കുക. ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ തെന മാത്രം വെച്ച് കൊടുത്താൽ ബേഡ്സിന് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല. തെന എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നൊരു ഫുഡ് എന്നുള്ളതാണ്
എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. പക്ഷേ തെനയെന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് ഒരു ഫുഡ് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യത്തിനുള്ള ഒന്നും കിട്ടത്തില്ല. ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇവർക്ക് മറ്റേ ബീട്രൂട്ട്, ക്യാരറ്റ്, മുട്ട പുഴുങ്ങിയതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ അതൊക്കെ ഇവർ കഴിക്കും. അതൊക്കെ നല്ല പ്രോട്ടീനാണ്. പിന്നെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോഴത്തേക്കിനും റസ്ക്കൊക്കെ കുതിർത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബേഡ്സിന് കഴിച്ചിട്ട് പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതുമൊക്കെ ബ്രീഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഇവർക്ക് ഇലകളൊക്കെ വെച്ച് കൊടുക്കുക. ഇലയെന്ന് പറയുമ്പം പനിക്കൂർക്കയുടെ ഇല കൊടുക്കാം, തുളസി ഇല കൊടുക്കാം. പിന്നെ കൊടങ്കലെന്ന് പറഞ്ഞിടത്തും ചെറിയൊരു വട്ടത്തുള്ള ഇല നമ്മൾ മുയലിനൊക്കെ കൊടുക്കുന്നത്. കൊടങ്കലിൻ്റെ ഇലയൊക്കെ ഇവർക്ക് കുറച്ചുകൂടി അത് ഒരു ഔഷധം പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ബേഡ്സിനും വളരെ നല്ലതാണ്. അങ്ങനെ കൊടങ്കലിൻ്റെ ഇലയൊക്കെ കൊടുക്കുക. അതുപോലെ ഞാൻ ഈ വേലിച്ചീരയുടെ ഇലയൊക്കെ കൊടുക്കും. ഈ കെടുത്ത് വിടുന്ന തണ്ടൊക്കെ അത് പ്രത്യേകിച്ച് ഒരു ലീഫെന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടങ്ങലും പനിക്കൂർക്കയൊക്കെയാണ്. അപ്പോൾ അതുപോലത്തുള്ള ഇലകളും വെച്ച് കൊടുക്കുക. ഇലകൾ ഒരിക്കലും നമ്മൾ ഡെയിലി ഇലകൾ വെച്ച് കൊടുക്കല്. നല്ല ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലകളൊക്കെ വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. മഴക്കാലമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഇല കൊടുക്കല്. കാരണം ഡെയിലി ഇല കൊടുത്തു കഴിഞ്ഞാൽ ബേഡ്സിന് ഒന്നാമത്തെ ക്ലൈമറ്റ് തണുപ്പാണ്. ഈ ഇലയെന്ന് പറയുമ്പോൾ അതിനകത്തും ലീഫിൻ്റെ ആ ഒരു നീരൊക്കെ അല്ലേ, അപ്പോൾ അതിന് ലൂസ് മോഷൻ പോലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴക്കാലത്ത് അളവ് കുറയ്ക്കുക. വേനൽക്കാലത്ത് ഡെയിലി കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ബേഡ്സിൻ്റെ ഹെൽത്താണ് ബേഡ്സിനെ ബ്രീഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ബേഡ്സിന് ഹെൽത്ത് വേണം. അപ്പോൾ ഹെൽത്ത് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ബേഡ്സിന് പ്രൈവസി ഒരുക്കുക. ഫ്രീഡമായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബേഡ്സിനെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെയർ സെറ്റ് ചെയ്യുക. പെയർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയർ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാതെ നമുക്ക് ബേഡ്സിന് എഗ്ഗൊന്നും കിട്ടത്തില്ല. അപ്പോൾ പെയർ സെലക്ഷൻ മസ്റ്റ് ആയിരിക്കണം. പിന്നെ ഇപ്പം നമുക്ക് 2 പെയറിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ബ്രീഡായി കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ തന്നെ 2 ബേഡ്സിന് 4 ബേഡ് 2 പെയറിനെ മേടിച്ചുകൊണ്ട് വന്നാണ് ആദ്യം കൂട്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ 2 ഫീമെയിൽ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു തുടങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പാർട്ടീഷൻ ചെയ്തിട്ടതാണ്. പക്ഷേ പാർട്ടീഷൻ ചെയ്തിട്ട സമയത്ത് അതായത് അപ്പോൾ 2 ഫീമെയിലും പെട്ടെന്ന് തന്നെ ബ്രീഡായി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുന്നത്. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിടുവാണെങ്കിൽ കുഞ്ഞുങ്ങളാകും. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും പയ്യെ പാർട്ടീഷനൊക്കെ മാറ്റിയപ്പോഴത്തേക്കിനും ഇവർ 2 പേരും ഓക്കെ സെറ്റായി. പിന്നെ ഇറങ്ങിയ കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡായി. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെയറിനെ സെപ്പറേറ്റ് ആക്കി ഇട്ടാൽ നമുക്ക് ബ്രീഡിങ്ങിന് കുറച്ചുകൂടി പോസിബിലിറ്റി കൂടുതലായിരിക്കും, പെട്ടെന്ന് കിട്ടും. ഒരിക്കലും ഒരു കോളനി സെറ്റപ്പോടെ ആദ്യമേ തുടങ്ങല്ലേ. ആദ്യം നമ്മൾ 2-3 പെയറിനെ മേടിച്ചിടുക. അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രീഡിങ്ങും നടക്കും. അതുപോലെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കിട്ടി നമുക്ക് ഈവൻ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു വരുമാനം പോലെ എടുക്കാനും പറ്റും. അല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ബ്രീഡായി കഴിയുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഇതുങ്ങളെ കൊടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നോക്കിയും കണ്ടും ചെയ്യുവാണെങ്കിൽ ഇത് നമുക്കൊരു പ്രോഫിറ്റബിളാണ് ഈ ഒരു ബേഡെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. ആദ്യം തന്നെ നമ്മൾ കൂടിനകത്തെ പണികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം ബേഡ്സിനെ അതിനകത്ത് തുറന്നു വിടുക. ബേഡ്സിനെ ഇട്ടുകൊണ്ട് കൂടിനകത്ത് അധികം പരിപാടിക്കൊന്നും നിൽക്കല്ല്, അത് അവർക്കൊരു ശല്യമായിരിക്കും. പിന്നെ ഇപ്പോഴും നല്ല പെയറിനെ നോക്കിയെടുക്കുക. പെയർ സെലക്ഷനകത്ത് മെയിൽ ഐഡൻറ്റിഫിക്കേഷൻ മസ്റ്റായിട്ട് കൺഫേം ആക്കിയെടുക്കുക. ബേഡ്സിനെ നമ്മൾ മേടിക്കുമ്പോൾ സെമി അഡൾട്ടായിട്ടുള്ള നല്ലൊരു ബേഡിനെ നോക്കിയെടുക്കുക. പോട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഹൈറ്റിൽ ഈ പോട്ടിൻ്റെ റൗണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എടുക്കുക. കാരണം കീപ്പോട്ടൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും മുട്ടയെല്ലാം താഴെ വീണ് പൊട്ടിപ്പോവും. പിന്നെ ബേഡ്സിനെ ശല്യം ചെയ്യാതിരിക്കുക. എല്ലാ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നൊരു പ്രധാന പോയിൻ്റാണ് ബേഡ്സിനെ ശല്യം ചെയ്യൽ. അതുപോലെ ചില ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിന് കല വഴിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് വെച്ച് കുഞ്ഞുങ്ങളെല്ലാം കുടഞ്ഞിടുക. ജസ്റ്റ് അത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, നമുക്കും അതൊരു ഇതായിരിക്കും. പക്ഷേ ബേഡ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കാലത്തിൽ നമ്മളത് പോയിട്ടിട്ട് കല വഴിക്കാനോ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാനോ ഒന്നും ചെയ്യരുത്. അതുപോലെ ഈ ബേഡ്സിൻ്റെ കലം വൃത്തിയാക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് മതി വൃത്തിയാക്കൽ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോയിൽ പറയാം. പിന്നെ പ്രോപ്പറായിട്ട് എപ്പോഴും ഒരു സമയത്ത് തന്നെ ഫുഡ് കൊടുക്കാൻ നോക്കുക. മാക്സിമം അത് രാവിലെ തന്നെ ഇവർക്ക് വെള്ളവും തീറ്റയും വെച്ച് കൊടുക്കുക. കാരണം അത് രാവിലെ ആയിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കാനും വരുന്നത്. അപ്പോൾ തലേന്ന് വെച്ച് കൊടുക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഡേ ഫുൾ ഇരിക്കുന്നതല്ലേ, ഇവിടെ തന്നെ വേസ്റ്റൊക്കെ വെള്ളത്തിലൊക്കെ വീഴും. അപ്പം എപ്പോഴും ഒന്നെങ്കിൽ രാത്രിയിൽ ആ വെള്ളം കളഞ്ഞിട്ട് രാവിലെ പുതിയ വെള്ളം വെച്ച് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം.
അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളിൽ നിന്നൊക്കെ മാറി ബേഡ്സ് കുറച്ച് ഹെൽത്തി ആയിട്ടും അതുപോലെ ഇവർക്ക് അസുഖമൊന്നും പിടിക്കത്തില്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ ബേഡ് ഇങ്ങനെ തൂങ്ങി നിന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ചത്തു പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അതിനൊക്കെ കാരണം ഇതാണ്. നീറ്റ് ആൻഡ് ഹൈജീൻ എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കാൻ നോക്കുക കൂട്. ചിലർ ഈ താഴെ നിന്നൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇടുന്നവർ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് മുമ്പോട്ട് പോവുക. ആവേശം തുടക്കത്തിൽ മാത്രം കാണിക്കല്. എപ്പോഴും ഫുൾ എപ്പോഴും ഇതിൻ്റെ കൂടെ വേണം. മിക്കവരും പേര് ബേഡ്സിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അതവിടെ കിടക്കും, നമ്മൾ നമ്മുടെ പാട്ടിന് പോവും. അങ്ങനെയുള്ളിടത്ത് വളർത്താതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇവരെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ മേടിക്കില്ല. ഇതിപ്പം ഇതെന്നല്ല, ഏത് ബേഡാണെങ്കിലും ഏതെങ്കിലും നിങ്ങളുടെ പെറ്റ് ആനിമൽ ലൈക്ക് ദാറ്റ് എന്തുവാണെങ്കിലും നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മേടിക്കില്ല. അവിടെ ഇവിടെയും കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫാസ്റ്റ് ബ്രീഡിംഗ് ആണ്. ടോപ്പിക് ഇടയ്ക്ക് എവിടെ പോയി. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല പെയർ, പ്രോട്ടീനായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കല്. പൊല്യൂഷൻ ഉദ്ദേശിച്ചത് സൗണ്ട് ആണെങ്കിലും അതുപോലെ ബാക്കി ഡിസ്റ്റർബൻസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഒഴിവാക്കുക. അതുപോലെ പുറത്തു നിന്നുള്ള ബേഡ്സിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ അവരുമായിട്ടൊരു കോൺടാക്റ്റൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ വീട്ടിലെ പട്ടികൾ, പൂച്ചകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദങ്ങളും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുങ്ങളെയൊക്കെ ഒഴിവാക്കി വെക്കുക. പിന്നെ കൂടെ എപ്പോഴും വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഒരു നോട്ടം കിട്ടുന്ന രീതിയിൽ വെക്കുക. അടുക്കളയുടെ ഭാഗത്തൊന്നും കൊണ്ട് കൂട് വെക്കല്ലേ. കാരണം കിച്ചണിൽ നിന്നുള്ള സ്മെല്ലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും. അപ്പം കൂടെ എപ്പോഴും ഒരു ഫ്രണ്ടിൽ നമ്മുടെ നമുക്ക് കണ്ണെത്തണം. കാരണം എന്തെങ്കിലും കിളികളെ എടുത്തുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ വരും. അപ്പം നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ കൂട് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂട് പണിയുക. പ്രോപ്പറായിട്ട് സമയത്ത് ഫുഡൊക്കെ കൊടുക്കുക, ലീഫൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ബേഡ് പെട്ടെന്ന് ബ്രീഡാകും. പിന്നെ പ്രോട്ടീനായിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കണവനാക്കെന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് മറ്റേ കാറ്റിൽ ബോൺ എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇംഗ്ലീഷിൽ. അങ്ങനത്തെ സാധനമുണ്ട് കണവനാക്കെന്ന് പറയുന്നത്. പൂജാക്കടലൊക്കെ മേടിക്കാൻ കിട്ടും, വെള്ള കളറിലെ ഒരു വൈറ്റ്. അപ്പോൾ അത് മേടിച്ച് കൊടുക്കുവാണെങ്കിൽ കാൽസ്യമാണ്. ഇനിയിപ്പോൾ അത് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് ഈ റസ്കിൻ്റെ ഒക്കെ കൂടെ മുട്ടത്തോട് പൊടിച്ച് ഇടഞ്ഞിട്ട് റസ്കിൻ്റെ ഒക്കെ കൂടെ കുഴച്ച് വെച്ച് കൊടുക്കുവാണെങ്കിൽ, അങ്ങനെ കഴിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. അതും പ്രോട്ടീനാണ്. അപ്പം ആ കാൽസ്യം അവർക്ക് അങ്ങനെ വയറ്റിൽ ചെന്നോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിലും കൊടുക്കാം. അപ്പം അങ്ങനെ കെയർ ചെയ്യുക നല്ല രീതിയിൽ. അപ്പം ബേഡ്സൊക്കെ പെട്ടെന്ന് ബ്രീഡാകും. നല്ല പേരിനെ നോക്കിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ബേഡ് ബ്രീഡായി കിട്ടും. പിന്നെ എല്ലാ വീട്ടിലും ഞാൻ പറയുന്ന പോലെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവസി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ബേഡ്സ് പെട്ടെന്ന് ബ്രീഡാകും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ബേഡ്സ് ബ്രീഡാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.